ആദ്യം തന്നെ കുറച്ച് ബട്ടറിൽ പനീറിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു കടായി വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ബട്ടർ ഇട്ട് കൊടുക്കുക. ശേഷം അതിലേക്ക് ഏലക്കായ്, വെളുത്തുള്ളി, ജീരകം, സവാള എന്നിവ ചേർക്കാം. ഇനി അത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വേറെ ഒരു മസാല പൗഡറും ഇതിൽ ഉപയോഗിക്കുന്നില്ല. അതിനുശേഷം ഇതിലേക്ക് തക്കാളി കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നല്ലപോലെ വെന്ത് വരുന്നത് വരെ അടച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് തീ ഓഫാക്കിയതിന് ശേഷം ഇത് തണിയാൻ വേണ്ടി വെച്ച് മിക്സിയിലിട്ട് നല്ലപോലെ നരച്ചെടുക്കാം. നേരത്തെ വഴറ്റി അതേ കടായിൽ തന്നെ കുറച്ചുകൂടി ബട്ടർ ഇട്ട് അരച്ച പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം ആവശ്യത്തിന് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അധികം വെള്ളം ഒഴിക്കരുത്. നല്ല കട്ടിയുള്ള ഗ്രേവിയാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച പനീർ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചിലർക്ക് അണ്ടിപ്പരിപ്പ് അരച്ചതൊക്കെ ചേർത്ത് കൊടുക്കുന്നവരുണ്ട്. പക്ഷെ ഈ ഒരു രീതിയിലാണ് പനീർ കറി വെക്കാറുള്ളത്, ബട്ടർ പനീർ.